നമസ്കാരം. നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് പട്ടേൽ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്. പട്ടേൽ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് 33 രൂപ വിലയുള്ള സ്റ്റോക്കാണ്. 52 വീക്ക് ഹൈ 59, 52 വീക്ക് ലോ 31. 2700 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 10.84. പട്ടേൽ എഞ്ചിനീയറിംഗ് എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞത് വെറും 2800 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിക്ക് 798 കോടി രൂപയുടെ ഒരു ഫ്രഷ് ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ്. കോൾ കട്ടിംഗ് മെഷീൻ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ന്യൂസിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാം. ഇന്നത്തെ ദിവസവും സ്റ്റോക്ക് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. പട്ടേൽ എഞ്ചിനീയറിംഗ് എന്ന കമ്പനിക്ക് ഏകദേശം 34,000 കോടി രൂപയുടെ ഓർഡറുകൾ പൈപ്പ് ലൈനിലുണ്ടെന്നാണ് മാനേജ്മെൻറ്റിൻ്റെ കമൻറ്ററിൽ പറഞ്ഞിരിക്കുന്നത്. കമ്പനിയുടെ ഓർഡർ ബുക്ക് പരിശോധിച്ചാൽ 18,000 കോടി രൂപയ്ക്ക് മുകളിലുള്ള ഓർഡർ നമ്മൾക്ക് കമ്പനിക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കമ്പനിയുടെ പെർഫോമൻസ് അത്ര മികച്ചതല്ലായിരുന്നു. കമ്പനിയുടെ കൺസോളിഡേറ്റഡ് റവന്യൂ 3% വർദ്ധിച്ച് 1,174 കോടിയിൽ നിന്നും 1,208 കോടിയിലേക്ക് എത്തിയപ്പോൾ കമ്പനിയുടെ എബിറ്റ 2% ഇടിഞ്ഞ് 162 കോടിയിൽ നിന്നും 159 കോടിയിലേക്ക് എത്തുകയും പ്രോഫിറ്റിൽ ഇടിവ് വരികയും ചെയ്തു. ടോട്ടൽ ഓർഡർ ബുക്ക് നമ്മൾ പരിശോധിച്ചാൽ ഇതിൽ 62% ഓർഡറുകളും ഹൈഡ്രോ ഇലക്ട്രിക് സെഗ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഓർഡറുകളാണ്. 18,000 കോടി രൂപയുടെ ഓർഡർ ബുക്കിൽ 9,733 കോടി രൂപയുടെ ഓർഡറുകൾ കോൺട്രിബ്യൂട്ട് ആയിരിക്കുന്നത് അല്ലെങ്കിൽ ഓർഡറുകൾ വന്നിരിക്കുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടതാണ്. ഇതുകൂടാതെ ഇറിഗേഷൻ സെഗ്മെൻറ്റിൽ നിന്നും കമ്പനിക്ക് 3,000 കോടി രൂപയ്ക്ക് തുല്യമായ ഓർഡറുകളും ലഭിച്ചിട്ടുണ്ട്. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് നാളെ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. അതേസമയം പട്ടേൽ എഞ്ചിനീയറിംഗ് എന്ന സ്റ്റോക്ക് നെഗറ്റീവ് ട്രെൻഡിൽ തുടരുന്ന ഒരു സ്റ്റോക്കാണ്. സ്വിംഗ് ട്രേഡിന് അനുയോജ്യമല്ല. 52 വീക്ക് ലോയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുകയും തുടർച്ചയായി ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ ഒരു സ്റ്റോക്കാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് പ്രീമിയർ എനർജി ലിമിറ്റഡുമായി ബന്ധപ്പെട്ടതാണ്. പ്രീമിയർ എനർജി ലിമിറ്റഡ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 2% ഉയരുകയും ചെയ്തു. പ്രീമിയർ എനർജി 979 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 43,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനി. വാല്യൂഷൻ 38.93, ഡിവിഡൻഡ് ഈൽഡ് 0.10%. സ്വിംഗ് ട്രേഡിന് പറ്റിയ ഒരു സ്റ്റോക്കാണ് പ്രീമിയർ എനർജി. 52 വീക്ക് ലോ 774, 52 വീക്ക് ഹൈ 1,388. 480 രൂപയ്ക്കടുത്ത് മാർക്കറ്റിൽ ലിസ്റ്റഡായി അവിടെ നിന്നും 120% റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്ക് കൂടിയാണ് പ്രീമിയർ എനർജി. പ്രീമിയർ എനർജിയിൽ ഒട്ടുമിക്ക ബ്രോക്കേജ് ഏജൻസികളും ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. പ്രമുഖ ബ്രോക്കേജ് ഫിമായ നവൂമ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് 32% അപ്സൈഡിൽ 1,270 രൂപയുടെ ടാർഗറ്റാണ് പട്ടേൽ പ്രീമിയർ എനർജി എന്ന സ്റ്റോക്കിന് നൽകിയിരിക്കുന്നത്. ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. മറ്റൊരു ബ്രോക്കേജായ ഏഞ്ചൽ വണ്ണും ബൈ എന്ന റേറ്റിംഗും 1,150 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. ടെക്നിക്കലി സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട റേഞ്ചാണ് 900 മുതൽ 1,150 വരെയുള്ള റേഞ്ച്. ഈ റേഞ്ചിനിടയിൽ സ്റ്റോക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ 950-നടുത്ത് 979-നടുത്ത് ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നും 1,150, 1,200 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് നീങ്ങാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. കൂടാതെ ക്വാർട്ടർലി റിസൾട്ട് സെഷനിലും പെർഫോമൻസ് ഡീസൻ്റ് ആയിരുന്നു. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 72% വർദ്ധിച്ച് 205 കോടിയിൽ നിന്നും 353 കോടിയിലേക്ക് എത്തിയപ്പോൾ കമ്പനിയുടെ റവന്യൂ 20% വർദ്ധിച്ച് 1,846 കോടിയായി മാറുകയും എബിറ്റ 47% വർദ്ധിച്ച് 560 കോടിയായി ഉയരുകയും ചെയ്തു. ഓപ്പറേറ്റിംഗ് മാർജിനും ഇയർ ഓൺ ഇയറിൽ 25% നിന്ന് 30% വളർന്നിട്ടുമുണ്ട്. കൂടാതെ കമ്പനി ന്യൂ എനർജി സെഗ്മെൻറ്റിൽ റാപ്പിഡ് ഗ്രോത്ത് കൈവരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും സോളാർ സെഗ്മെൻറ്റിലെ കമ്പനിയുടെ പെർഫോമൻസ് ഏറെക്കുറെ സ്റ്റേബിളായി മാറി. 2026-28 ഫിനാൻഷ്യൽ ഇയറിൽ റവന്യൂവിൽ 49%, എബിറ്റയിൽ 43% ഗ്രോത്തും അനലിസ്റ്റുകൾ ഫോർകാസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒട്ടുമിക്ക ബ്രോക്കേജ് ഏജൻസികളും ബൈ എന്ന റേറ്റിംഗും 1,270-നടുത്തുള്ള ടാർഗറ്റും സ്റ്റോക്കിന് നൽകിയിട്ടുണ്ട്. ഇനി വാല്യൂഷൻ പോയിന്റ് ഓഫ് വ്യൂവും അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നു. 43% എബിറ്റ ഗ്രോത്തും സ്ട്രോങ് ക്യാഷ് ഫ്ലോയും സോളിഡ് ബാലൻസ് ഷീറ്റും 30%-നടുത്ത് ROEയും കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതും ഒരു പോസിറ്റീവ് ഫാക്റ്റ് തന്നെയാണ്. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് സ്റ്റോക്ക് 1.5% ഇടിഞ്ഞപ്പോൾ 3 മാസം കൊണ്ട് സ്റ്റോക്ക് 2% കറക്റ്റ് ആയിട്ടുണ്ട്. അതേസമയം സ്റ്റോക്ക് ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് നടത്തുന്ന സ്റ്റോക്കാണ്. 979-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും 900 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് 1,100, 1,200 തുടങ്ങിയ ടാർഗറ്റുകൾ സ്റ്റോക്കിൽ എയിം ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.